നെപ്പോട്ടിസം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നിങ്ങൾ കേൾക്കുന്ന വാക്കുകളിൽ ഒന്ന്. അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ മാത്രമല്ല. സ്വജനപക്ഷപാതം, പക്ഷപാതം, സ്വന്തക്കാർക്ക് വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ നമ്മൾ അടിക്കടി കേൾക്കുന്നത് അപ്പൻ സിനിമാ നടനായതുകൊണ്ട് മകനും സിനിമാ നടനായി, അപ്പൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മകൻ രാഷ്ട്രീയക്കാരനായി, ഇല്ലേ? നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിവില്ല എങ്കിലും അപ്പൻ അങ്ങനെ ആയതുകൊണ്ട് മകനും അങ്ങനെ ആയി. അതല്ലേ കേട്ടിട്ടില്ലേ? ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അല്ലാതെ നിനക്കൊരു കഴിവുണ്ടായിട്ടല്ല, ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ഞങ്ങളിതൊക്കെ ഉണ്ടാക്കി വച്ചതുകൊണ്ട് നീ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, അല്ലാതെ എന്തുണ്ട് നിൻ്റെ കയ്യിൽ? ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് കേട്ട് മുറിക്കകത്ത് കയറിയിരുന്ന് കരഞ്ഞ് സഹോദരി അല്ലേ? ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു വച്ചതിൻ്റെ ഫലം അനുഭവിക്കുന്ന കഴിവ് കെട്ടവൻ, ആരൊക്കെയോ ചെയ്തു വച്ചതിൻ്റെ തുടർച്ചയായി ചിലത് ചെയ്തു കൊണ്ടുപോകുന്ന, പുതുതായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ ഞാനിത് ചെയ്യുന്നു എന്ന് പറയുവാൻ കഴിവില്ലാത്ത ചിലർ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ആയിപ്പോയ ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അങ്ങനെ ആ അവസ്ഥയിൽ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആരോ എന്നോ അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്തു വച്ചതിൻ്റെ പിന്തുടർച്ചക്കാരനായി തീരുവാൻ, അവിധത്തിൽ മാറ്റി നിർത്തപ്പെടുവാൻ, കഴിവുകെട്ടവനെന്ന് വിളിക്കപ്പെടുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തേ ഇല്ല. കേൾക്ക്, നിൻ്റെ അപ്പനോ അപ്പൂപ്പനോ നിൻ്റെ കുടുംബക്കാരോ ചെയ്തിട്ടില്ലാത്തത്, തികച്ചും വ്യത്യസ്തമായത് ഈ ദിവസങ്ങളിൽ നീ ചെയ്യുവാൻ പോകുന്നു, അല്ലെങ്കിൽ നിന്നിലൂടെ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം 15ാമത്തെ ദിവസം, അതെ 31 ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. ജീവിതം മാറുന്ന, സാഹചര്യങ്ങൾ മാറുന്ന 2022-ലും 23-ലും 24-ലും 25-ലും ഓർത്ത് കരഞ്ഞ അനുഭവങ്ങളെ 2026-ൽ ആർത്ത് ചിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് മറന്നു കളയുവാൻ നമ്മൾ ഒരുങ്ങിയായിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ ദിവസം. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 7 ദിവസം, 10 ദിവസം, 31 ദിവസം, അതിൽ കൂടുതലൊക്കെ ഉപവസിക്കുന്ന നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. സാക്ഷ്യം പറയാൻ നിന്നാൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. സാക്ഷ്യം പറഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സാക്ഷ്യങ്ങൾക്കായി നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളും ആ വിധത്തിൽ സാക്ഷ്യമായി മാറണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വിധത്തിൽ നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റുവാൻ പോകുന്നു. ആരുടെയെങ്കിലും തണലിൽ, ആരുടെയെങ്കിലും ചിറകിൻ കീഴിൽ, ആരുടെയെങ്കിലും ആ സാക്ഷിയല്ല, സ്വന്തം കാലിൽ നിൽക്കുന്ന, ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യുന്ന, അതെ റെഡിയാണ്. പ്രാർത്ഥനയോടൊപ്പം കൂടിക്കോ. ദൂതിലേക്ക് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിനെ കുറിച്ച് അധികമൊന്നും പറയേണ്ട കാര്യമില്ല. യോസേഫിൻ്റെ അപ്പൻ്റെ പേര് യാക്കോബ്. യാക്കോബിൻ്റെ ജോലി എന്താണ്? നിങ്ങൾ അന്വേഷിച്ചു പോയാൽ ഇവർ പശുപാലകന്മാർ, അഥവാ ആടുമാടുകളെ മേയിച്ച് ജീവിക്കുന്ന കൂടാരവാസികളായിരുന്നു. പച്ചപ്പും വെള്ളവുമുള്ള സ്ഥലത്തേക്ക് ആടുമാടുകളുമായി പോകും. അവിടെ കൂടാരമടിച്ച് പാർക്കും. അവിടെ ക്ഷാമം കടന്നു വരുമ്പോൾ, വേനൽ കടന്നു വരുമ്പോൾ അടുത്ത പച്ചപ്പുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അപ്പൻ്റെ ജോലി എന്താണ്? ആടുകളെ മേയ്ക്കുക, പശുക്കളെ പരിപാലിക്കുക. അപ്പൻ്റെ ജോലി ആടുകളെ മേയ്ക്കുക, പശുക്കളെ പരിപാലിക്കുക, കൂടാരമടിക്കുക, ഒപ്പം ആട്ടിൻ തൊഴുത്തുണ്ടാക്കുക. നിങ്ങൾ കേൾക്കണമേ, ആട്ടിൻ തൊഴുത്തുണ്ടാക്കുന്ന മകൻ. ആമേൻ. മക്കൾ എങ്ങനെയായിരിക്കണം? അപ്പന് 12 മക്കളാണ്. അതിൽ 11 മക്കളും ആമേൻ അപ്പൻ ആടുകളെ മേയിച്ചു. അല്പം കൂടെ ദൂരം മാറി ആടുകളെ മേയിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഓ സ്തോത്രം! തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൻ മേയിച്ചതിൽ നിന്നും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മാറി കെട്ടി ആമേൻ ആടുകളെ, പശുക്കളെ കെട്ടിയിട്ട് മേയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു മകൻ വ്യത്യസ്തനായി അപ്പൻ ആട്ടിൻ തൊഴുത്ത് പണിയുമ്പോൾ ആ മകൻ മറ്റൊരു രാജ്യത്ത് ഫാക്ടറി പണിയുന്നു, മറ്റൊരു രാജ്യത്ത് ധാന്യ സംഭരണശാലകൾ പണിയുന്നു. മറ്റൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകാതെ ആ രാജ്യത്തിന് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുന്നു. ദൂത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്തത് ചെയ്യുവാൻ നീ റെഡിയായിക്കോ. കർത്താവ് അതിനായി നിൻ്റെ ജീവിതത്തെ
ചേഞ്ച് ചെയ്യുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്തുവാൻ പോകുക. ആരും ഇന്നലകളിൽ ചെയ്തിട്ടില്ലാത്തത്, നിന്റെ കുടുംബത്തിൽ നീ അറിയുന്നവരിൽ ആരും ചെയ്തിട്ടില്ലാത്തത്, ഒരു പക്ഷേ അവർക്കെത്താൻ പറ്റിയതിലും അധികമായി ചില സ്ഥലങ്ങളിൽ, ചില സ്ഥാനങ്ങളിൽ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ടു ചെന്ന് നിർത്തുവാൻ പോകുക. വിശ്വസിക്കുവാൻ റെഡിയാണോ? ആമേൻ. അവർ ചെയ്തിട്ടില്ലാത്തത്, അവരുടെ തണൽ പറ്റി സഹോദരി നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ആ അനുഭവത്തിന് അറുതി വരുവാൻ പോകുക. അപ്പൻ്റെ കുത്തുവാക്ക്, അമ്മയുടെ കുത്തുവാക്ക്, മറ്റുള്ളവരുടെ പരിഹാസവാക്ക്, മോളെയും കെട്ടിച്ചു കൊടുത്തു, ഇപ്പോൾ മരുമോന് ചെലവിന് കൊടുക്കേണ്ട. സ്തോത്രം യേശുവിൻ നാമം. നീ കരയുക സഹോദര, നീ കരയുക, നീ കേൾക്കാതെ പറഞ്ഞ് യേശുവിൻ നാമത്തിൽ. അവർക്കൊന്നും ഇന്ന് അവർക്ക് പലതും ഉണ്ടെന്നവർ പറയുന്നുണ്ട്. അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറമായി, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതിനപ്പുറമായി എൻ്റെ ദൈവം നിന്നിലൂടെ പലതും ചെയ്തെടുക്കുവാൻ പോകുക. അവർ ചെയ്തിട്ടില്ലാത്തത് നീ ചെയ്യുവാൻ പോകുക. ഒരുങ്ങിക്കോ. ഓ റീഥ ബാബ ഷെഖനെ റാധോറിയ ഷബല റഥരെ ഷന്താരൻ. അവർ ഇരുന്നിട്ടില്ലാത്ത പൊസിഷനുകളിൽ, അവർ ചെന്നെത്തിയിട്ടില്ലാത്ത സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്ന് എത്തിക്കുവാൻ പോകും. ഓ യെസ്. നോക്കൂ, അത് പലപ്പോഴും പലതിനുമുള്ള മുഖാന്തരമായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പനും അപ്പൂപ്പനും കുടുംബക്കാരും ഒന്നും ചെയ്തിട്ടില്ലാത്തത്, വ്യത്യസ്തമായത്, നിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നത്, നിൻ്റെ ജീവിതത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്നത്. ഇവിടെ മറ്റൊരു രാജ്യത്ത് ദൂതാളെ സഹോദരി, മറ്റൊരു രാജ്യത്ത് നിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുവാൻ പോവുക. ഓ ഷബ റാധോറിയ ഷബല റഥരെ ഷന്താർഗന യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി സഹോദര, പ്രാർത്ഥിച്ചു തുടങ്ങിയോ? മാതാവേ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയോ? മറ്റൊരു രാജ്യത്ത് ലൈഫ് സ്റ്റൈൽ മാറുവാൻ പോകുക. മറ്റൊരു രാജ്യത്ത് ലൈഫ് സ്റ്റൈൽ മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആമേൻ. ആട് മേച്ച് നടക്കുന്നതിൻ്റെ വേഷം എന്തായിരിക്കും? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മുഷിഞ്ഞ് പൊടിയടിച്ച് വെയിൽ കൊണ്ട് നരച്ച വസ്ത്രം, സ്തോത്രം, കയ്യിലെന്തെങ്കിലും വെള്ളം, ഭക്ഷണത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വടി. ആമേൻ. അത് വേഷവും അതാണ് ജീവിത രീതിയും. ആ വെള്ളം, ആ കയ്യിലിരിക്കുന്ന ഭക്ഷണം, ആടുമാടുകളുടെ ശബ്ദം, സ്തോത്രം. എന്നാൽ യോസെഫിൻ്റെ ലൈഫ് സ്റ്റൈൽ അതല്ല. നോക്കൂ, 41-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 41 ഇതാ മിസ്രയീം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു, ചിലതിൻ്റെ മേലൊക്കെ അധികാരമുള്ളവനാക്കി മാറ്റിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിൻ്റെ കൈക്കിട്ടു. ചില അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ. നീ ഇന്ന് പലരുടെയും സീൽ വീഴുന്ന ആ ലെറ്ററിന് വേണ്ടി, ആ സീൽ വീഴുന്ന പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ വിസയിലൊന്ന് സീൽ വീണെങ്കിൽ, ആ സർട്ടിഫിക്കറ്റിലൊന്ന് സീൽ വീണെങ്കിൽ, PR-ലൊന്ന് സീൽ വീണെങ്കിൽ, ലോൺ പാസ്സാകുവാനുള്ള പേപ്പറിലൊന്ന് സീൽ വീണെങ്കിൽ, നീ ആ സീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അനേക പേപ്പറുകളിൽ സീൽ ചെയ്യുന്നവനാക്കി കർത്താവ് നിന്നെ മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിൻ്റെ കരം കൊണ്ട് നീ അനേക പേഴ്സിൽ മുദ്രയിടുവാൻ പോകുക, സൈൻ ചെയ്യുവാൻ പോകുക, സീൽ വയ്ക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അധികാരിയാക്കി. നോക്കൂ, ആ വസ്ത്രം മാറുകയാണ്. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ആടുകളെ മേയ്ക്കാൻ നേർമയുള്ള വസ്ത്രമൊന്നും പറ്റത്തില്ല, കട്ടിയുള്ള വസ്ത്രം വേണം. നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളി അവൻ്റെ കഴുത്തിലിട്ടു, വലിയൊരു മാലയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി വെച്ചു. നോക്കൂ, ഒരു ഭാഗത്ത് സഹോദരന്മാർ ആടുകളുടെ പിന്നാലെ നടക്കുകയാണ്. അപ്പൻ്റെ പെരുമയും പറഞ്ഞ് നെപ്പോ കിഡ്സ് എന്ന പേരിൽ ആടുകളെ മേയിച്ച് നടക്കുക. ഇവിടെ അപ്പുറത്തൊരുത്തൻ ആടുകളുടെ മധ്യത്തിലല്ല, ജനത്തിന് മധ്യത്തിലൂടെ നേർമയുള്ള വസ്ത്രം ധരിച്ച് സ്വർണ്ണ മാല കഴുത്തിലിട്ട് സീൽ ചെയ്യുവാൻ അധികാരമുള്ള മോതിരം ധരിച്ചു രഥത്തിൽ. അങ്ങനെ ആരെങ്കിലും ചെയ്തു വെച്ചത് കൊണ്ട് കാലം പോക്കുന്നവനാണ് നീ എന്ന് നിൻ്റെ മക്കളെന്ന് മറ്റുള്ളവർ പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പനും അമ്മയും ഉണ്ടാക്കി വെക്കുന്നത് തിന്ന് ജീവിക്കുന്ന ഗതികെട്ട ജന്മങ്ങളെന്ന് നിൻ്റെ മക്കളെക്കുറിച്ച് ഇനിയും പറയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവരെ കർത്താവ് നിനക്ക് ചെയ്യുവാൻ കഴിയാത്ത പലതും ചെയ്യുന്നവരാക്കി മാറ്റുവാൻ പോകുക. തികച്ചും വ്യത്യസ്തമായത്, പുതിയത്. ആമേൻ. റാബ ഷെഖനെ
നീ ചെയ്തതൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലായിരുന്നു. ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ ഏറ്റവും പ്രയോജനപ്പെടുത്തുവാൻ പോകുക. വിശ്വസിക്കുവാൻ റെഡിയാണോ? പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ പ്രാർത്ഥനയും ഉപവാസവും പ്രിയ മാതാവേ പിതാവേ എന്തിനെന്ന് ചോദിച്ചാൽ, ആമേൻ, തികച്ചും വ്യത്യസ്തമായത്, ഒട്ടും അനുകൂലമല്ലാത്ത സ്ഥലത്ത് നിൻ്റെ തലമുറകൾ, നിൻ്റെ കുടുംബം നിങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്. ആമേൻ. അങ്ങനെ ആരുടെയും പേരിൽ ഒതുക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം നിങ്ങൾ അനുവദിക്കത്തില്ല. മക്കളെ, സഹോദര സഹോദരി, അങ്ങനെ ആരുടെയെങ്കിലും പേരിൽ, ശുശ്രൂഷക, അങ്ങനെ ആരുടെയെങ്കിലും പേരിൽ നീ ഒതുക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റാധൂറിയ ശബല റധരെ ഷന്ധാർഗന, യെസ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആരും ചെയ്തതല്ല, ആരും ചെയ്തിട്ടില്ലാത്തത്, ആരും ചെയ്തിട്ടില്ലാത്ത ബിസിനസ്, അപ്പൻ്റെ അമ്മയുടെ ബിസിനസ് അല്ല, തികച്ചും വ്യത്യസ്തമായ, മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന ബിസിനസ്, മറ്റുള്ളവർ അസൂയോടെ നോക്കുന്ന തൊഴിൽ. ഓറി ധലബ ഷേഖനെ പ്രാർത്ഥിച്ചു തുടങ്ങിയോ? നിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന, അമ്മേൻ, എൻ്റെ കർത്താവ് അതാ പറയുന്നത്, നിൻ്റെ കുടുംബത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്ന, അങ്ങനെ കൈനീട്ടി മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി നിൽക്കുന്ന, മറ്റുള്ളവർ, ആമേൻ, അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് നിൻ്റെ കയ്യിൽ തരുന്നതിന്, ആമേൻ, അല്ല, ആർക്കും ഒതുക്കി വയ്ക്കുവാനും ഒതുങ്ങിത്തീരുവാനും ഇടവരാത്ത വിധത്തിൽ പുതിയ ബിസിനസ് അനുഭവങ്ങൾ, പുതിയ തൊഴിലനുഭവങ്ങൾ, റാബാലാമ ഷേഖനെ, പുതിയ വിദ്യാഭ്യാസങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങും. പുതിയത്, ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് 2026 മറ്റാരുടെയും തണലിൽ നിന്ന് വളരുന്ന അനുഭവത്തിൽ നിന്ന് മാറി ദൈവം വളർത്തുന്ന അനുഭവത്തിലേക്ക് വ്യത്യസ്തമായത് ചെയ്തു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നിലവാരത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നു. രാജ്യത്ത് കർത്താവ് നിങ്ങളെ മാനിക്കും. അതിനായി പ്രാർത്ഥനയോടെ ഒപ്പം കൂടിക്കോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ വിഷയത്തിനുമായിട്ട് മാത്രമായിട്ട് ഒരു ഉപവാസം നിങ്ങൾ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ആ പേരുദോഷം മാറ്റി കളയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലൈഫ് സ്റ്റൈൽ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളിലെ പൗരന്മാരായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പം, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കേട്ടോ. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയും. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 8:30 ഇടയ്ക്ക് പ്രൈസർ ഫാമിലിയുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന പ്രോഗ്രാമുണ്ട്. കാണാറുണ്ടല്ലോ, ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യും. നിത്യതയെ അവകാശമാക്കുവാനുള്ള യാത്രയാണ്. ഈ ലോകത്തെ മറന്നുകൊണ്ടല്ല, ഈ ലോകത്തെ പ്രാപിക്കേണ്ടത് പ്രാപിച്ചുകൊണ്ട് തന്നെ. വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് സിസ്റ്റർ ബിജി ലീഡ് ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കൊണ്ട് ബ്ലെസ്സിംഗ് ആണ്. ജോയിൻ ചെയ്തു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് 11:30 മണി മുതൽ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞങ്ങൾ ലൈവായി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ സഭയുടെ മീറ്റിംഗ് എവിടെ വെച്ചെന്ന്? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം 3 മണിക്ക്. കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റപ്പള്ളിയുടെ അപ്പുറത്ത് നമുക്കൊരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന് വേണ്ടി നിന്ന് ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഉപവാസ പ്രാർത്ഥന 14ാമത്തെ ദിവസം ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കുന്നവനെന്ന പേരുദോഷങ്ങൾ മാറിപ്പോകട്ടെ. അവർ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയത് ശ്രേഷ്ഠകരമായത് ചെയ്യുന്ന ഒരു ജനറേഷൻ, ഒരു തലമുറയായി ഇവർ മാറട്ടെ. ഷാബ റിധോലിയ ഷമന റദരെ ഷന്ധാർഗന, പുതിയ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യത്യസ്തമായ പുതിയ അനുഭവങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നവരുമായി മാറട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ. ബിസിനസ് മേഖലകൾ അനുഗ്രഹിക്കണമേ. വിദേശ തൊഴിലുകളെ അനുഗ്രഹിക്കണമേ. അതിൻ്റെ തടസ്സങ്ങൾ മാറട്ടെ. വിസകൾക്ക് വെയിറ്റ് ചെയ്തായിരിക്കുന്നവർക്ക് വിസകൾ വരട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉന്നമനവും ഉണ്ടാകട്ടെ. പേരുയരട്ടെ. സ്തോത്രം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസത്തിൽ നല്ല റിസൾട്ടുകൾ നൽകണമേ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. IELTS OET MOH പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണമേ. കൂടിയിരിക്കണമേ. കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ആത്മീയമായി വർദ്ധിക്കട്ടെ. ഉപവാസങ്ങൾ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. ഏതൊക്കെ വിഷയങ്ങളുടെ മധ്യത്തിൽ ഇവർ പ്രാർത്ഥിച്ചായിരിക്കുന്നു ആ വിഷയങ്ങൾക്കൊക്കെയും സ്വർഗ്ഗമങ്ങ് മറുപടി നൽകണമേ. ഇവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യെസ്,
യേശുവെ കടഭാരങ്ങൾ മാറിപ്പോകട്ടെ, പരീക്ഷക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ, ലോണുകൾ പാസ്സാകട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ, ഇവർ ചെയ്യുന്നതൊക്കെയും സാധിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ഈ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിക്കണം കേട്ടോ. ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. അപ്പോൾ നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.